ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ കിച്ചണിൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിമ്മിണി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്ത് വെക്കേണ്ടതെന്നാണ് ആദ്യമേ തന്നെ നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ചിമ്മിണിയുടെ ഹൈറ്റാണ് നമുക്ക് നോക്കേണ്ടത്. ചിമ്മിണിയുടെ ഹൈറ്റ് സ്ലാബിൽ നിന്നും ഏറ്റവും കുറഞ്ഞത് 70-80 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് പൊങ്ങി നിൽക്കേണ്ടത്. ഓവറായിട്ട് പൊങ്ങി നിൽക്കാനും പാടില്ല, എന്നാൽ ഒന്ന് അടിയിലേക്ക് താഴെ നിൽക്കാൻ പാടില്ല. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഒരാൾ നിന്ന് കഴിയുമ്പോൾ ആ ചിമ്മിണിയുടെ ഏറ്റവും ടോപ്പ് വരുന്ന ഗ്ലാസ് നമ്മുടെ തലയിൽ മുട്ടാത്ത രീതിയിൽ നമുക്ക് ഫ്രീ ആയിട്ട് നിന്ന് വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് മിനിമം 70 സെൻറ്റിമീറ്റർ ഹൈറ്റിലെങ്കിലും ഏറ്റവും കുറഞ്ഞത് അതിൻ്റെ ഏറ്റവും ടോപ്പ് ഒന്ന് മുട്ടി നിൽക്കണം. പിന്നെ അതിൻ്റെ മുകളിൽ നിങ്ങൾ കാണുന്നുണ്ടോ, അതായത് 6 ഇഞ്ച് പൈപ്പാണ് ഇതിൻ്റെ ഔട്ട് വരുന്നത്. ഈ ചിമ്മിണിയുടെ ഔട്ട് വരുന്ന 6 ഇഞ്ച് പൈപ്പാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഇപ്പോൾ ഇത് രണ്ടാമത് തുളയ്ക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങൾ കാണാൻ സാധിക്കും. നമ്മൾ ആദ്യമേ തന്നെ വീട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പ്ലാസ്റ്റിക്കിന് മുന്നേ തേപ്പിന് മുന്നേ ചിമ്മിണി എവിടെയാണ് തീരുമാനിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു 6 ഇഞ്ചിൻ്റെ പൈപ്പ് അല്ലെങ്കിൽ ഒരു 8 ഇഞ്ചിൻ്റെ പൈപ്പ് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നീറ്റായിട്ടിരിക്കും. പിന്നെ അതിൻ്റെ അകത്തേക്ക് തള്ളിയിട്ടാൽ മാത്രം മതി. പിന്നെ ഇതിൻ്റെ പ്ലഗ് സോക്കറ്റ് വരുന്നതും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ്. നമ്മുടെ ലിൻഡിലിൻ്റെ ഹൈറ്റിന് മുകളിലായിട്ടാണ് ഇതിൻ്റെ പ്ലഗ് സോക്കറ്റ് വരുന്നത്. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് അതിൻ്റെ ക്യാപ്പ് ഒന്ന് മൂടി പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ലിൻഡിലിൻ്റെ ഹൈറ്റ്. ഇതിപ്പോൾ നിങ്ങൾ കണ്ടോ, അതായത് നമ്മൾ ആദ്യമേ തന്നെ ചിമ്മിണി കാര്യങ്ങൾ തീരുമാനിച്ച സ്ഥലത്തു നിന്ന് മാറ്റം വരുത്തിയതാണ് ഈ കാണുന്നത്. തീരുമാനിച്ച സ്ഥലത്തു നിന്ന് മാറ്റം വരുത്തി കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, നമ്മളവിടെ ഒരു പ്ലഗ് സോക്കറ്റ് ഉണ്ട്. 2 പ്ലഗ് സോക്കറ്റ് യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിപ്പോകും. അതായത് അവിടെ 2 പവർ പ്ലഗിന് വേണ്ടിയുള്ള ഓപ്ഷൻ ആയിരുന്നു, ആ 2 പവർ പ്ലഗ് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ, നമ്മൾ ആദ്യമേ തന്നെ വീട് വയ്ക്കുന്ന സമയത്ത് കിച്ചൺ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതെല്ലാം നേരത്തെ നമ്മൾ തീരുമാനിച്ചാൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിൽ, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കിച്ചണിലെ പ്ലഗ് സോക്കറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ, പാചകം ചെയ്യുന്നതിൻ്റെ ഉള്ളിലായിട്ട് വരും നമ്മുടെ പ്ലഗ് സോക്കറ്റ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് അവിടെ പ്ലഗ് സോക്കറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്ലഗ് സോക്കറ്റ് നമുക്കത് മൂടിക്കളയേണ്ട അവസ്ഥ, ഡെമ്മിയിട്ട് അടച്ചു കളയേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ നമുക്ക് അത്രയും കിച്ചണിൽ വരുന്ന 2 പ്ലഗ്ഗാണ് അവിടെ നഷ്ടമായത്. വേറെ സ്ഥലത്തേക്ക് മാറ്റി പിന്നീട് മാറ്റി വയ്ക്കണമെങ്കിൽ മാറ്റി വയ്ക്കാം. പക്ഷേ നമ്മൾ ആദ്യമേ തീരുമാനിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ചിമ്മിണി ഉറപ്പിക്കുന്ന സമയത്ത് നമുക്കിത് ഏതാണ് പൊസിഷൻ എന്നാണ് ഏറ്റവും ആദ്യം തീരുമാനിക്കേണ്ടത്. പിന്നെ ഗ്യാസിൻ്റെ ഓപ്ഷൻ, ഇതിൻ്റെ താഴെ തന്നെ, സ്ലാബിൻ്റെ താഴെ തന്നെ ഗ്യാസ് വെക്കാൻ ശ്രമിക്കരുത്. വേറൊന്നും കൊണ്ടല്ല, ഗ്യാസ് മൂലം അപകടം കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലായതുകൊണ്ട് ഗ്യാസ് എപ്പോഴും ഇതിന് ചിമ്മിണി നമ്മൾ താഴെ സ്റ്റൗ വെച്ചതിന് ശേഷം പുറത്തേക്ക് വേണം കൊണ്ടുപോയി മാറ്റി അതിൻ്റെ ഗ്യാസ് വെക്കാനായിട്ട്. ഇത് നമ്മൾ അതിൻ്റെ ഔട്ട് വന്നിരിക്കുന്നതാണ്, അതായത് ഗ്യാസിൻ്റെ ചിമ്മിണിയുടെ ഔട്ട് വന്നിരിക്കുന്ന 6 ഇഞ്ച് പൈപ്പാണ്. ഇതും ഇതുപോലെ തന്നെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് സംഭവിച്ചാണ്. ഇനി ഇത് എക്സ്ട്രാ ഒരു പൈപ്പ് ഇട്ട് വേണം കളയാനായിട്ട് പുറത്തേക്ക്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ചിമ്മിണി വയ്ക്കുന്ന ഏരിയ തീരുമാനങ്ങൾ കാര്യങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. നമുക്ക് പുറത്തേക്ക് പോകേണ്ട പൈപ്പ് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റും. അകത്ത് വരുന്ന പ്ലഗ് സോക്കറ്റ് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഹൈറ്റ് വരുന്ന ആ മെയിൻ ഔട്ട് വരുന്ന 6 ഇഞ്ച് പൈപ്പ് ക്ലിയർ ചെയ്യാൻ പറ്റും. എല്ലാം നേരത്തെ നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം ഓക്കെ ആയിരിക്കും. ഇതല്ല നമ്മൾ പെട്ടെന്നൊരു തീരുമാനത്തിൽ കിച്ചൺ ഡിസൈൻ ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം കിച്ചൺ ഡിസൈൻ ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ ഈ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നാണിത്. ആദ്യമേ തന്നെ നമ്മൾ തീരുമാനിക്കേണ്ടത്, കിച്ചൺ ഡിസൈനിങ്ങേഴ്സിനെ നിങ്ങൾ ഡിസൈൻ ചെയ്യാനായിട്ട് ആരെങ്കിലും ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ കിച്ചണിൻ്റെ വെട്ടിപ്പൊളി, അതായത് പൈപ്പ് ലൈൻ പ്ലംബിങ് വയറിങ് ചെയ്യുന്ന സമയത്ത് തന്നെ അവരെ കൊണ്ടുവന്ന് അതിൻ്റേതായ കാര്യങ്ങൾ കറക്റ്റ് പൊസിഷൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ മാക്സിമം ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. ഇനി അങ്ങനെയല്ല ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ സ്വന്തമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഉറച്ച തീരുമാനം, അതാണോ നിങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം, അതായത് എവിടെയാണോ കിച്ചണിൻ്റെ ചിമ്മിനി വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അവിടെ തന്നെ നമ്മുടെ ഫിനിഷിങ് സ്റ്റേജ് ആവുന്ന സമയത്ത് പോലും മാറ്റം വരുത്താതെ, ആര് പറഞ്ഞാലും, അതായത് പല അഭിപ്രായങ്ങളുണ്ടായാൽ പോലും നമുക്ക് കറക്റ്റായൊരു തീരുമാനം ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമ്മുടെ വീട് പണി മുന്നോട്ട് പോവുള്ളൂ. പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുന്നോട്ട് പോവുകയില്ല, ആകെ കുളമാവുകയും ചെയ്യും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ എക്സ്പെൻസ് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ച ലെവലിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്യും. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളൊരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. കറക്റ്റായിട്ടൊരു തീരുമാനം കിച്ചണിലെ ഡിസൈനിങ്ങിലൊക്കെ വരുത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന ലോസും കാര്യങ്ങളും, അതായത് മണി ലോസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. നീറ്റായിട്ടിരിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കിച്ചണും ഡിസൈൻ ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm
so late. You sip wine, I drink straight.